എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള വല്ലാത്ത ഒരു മോഹമാണ് സ്വർഗം. ആ സ്വർഗം കണ്ടിട്ടില്ലെങ്കിലും ആ സ്വർഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ സ്വർഗത്തെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അല്ലാഹുവിനോട് 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലകളിലിരുന്ന് കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യും, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. റമദാനിന്റെ 30 രാത്രികളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രിയിൽ പടച്ചവനോട് ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, നമസ്കാരം കഴിഞ്ഞ് മുസല്ലകളിലിരുന്ന് ഞാനും നിങ്ങളും പടച്ചവനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യരും അല്ലാഹുവിന് അടിമയായി പടച്ചവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. 5 നേരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നത് സ്വർഗമാണ്. 2 റക്അത്ത് നിസ്കരിച്ചാലും സദഖ കൊടുത്താലും വഅദ് പറഞ്ഞാലും വഅദ് കേട്ടാലും എന്ത് നല്ല കാര്യം ചെയ്താലും എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, യാ സ്വഹാബാ, എല്ലാവരും പടച്ചവന്റെ സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും പടച്ചവന്റെ ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടി ജനങ്ങൾ മുഴുവനും രാപ്പകലുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബാ, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്, എല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം തരണേ അല്ലാഹ് എന്ന് പട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം 4 വിഭാഗം ജനങ്ങളെ മാടി വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗന്താ 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 എന്ന് പടച്ചവനോട് എല്ലാവരും ദുആ ചെയ്യുമ്പോൾ സ്വർഗം 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം വിളിക്കുന്ന 4 വിഭാഗം ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ആ വിഭാഗത്തിൽ എന്നെങ്കിലും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം വിളിക്കുന്ന 4 വിഭാഗം ജനങ്ങളുണ്ട്. അൽഹംദുലില്ലാ, സമയത്തിന്റെ പരിധിക്കുള്ളിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സ്വർഗം? എന്താ സ്വർഗം? അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വഇന്ന റീഹഹാ തൂജദു മിൻ മസീറത്തി 4 അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ പരിമളം 400 വർഷത്തെ വഴി ദൂരം വരെ അടിച്ചു വീശുകയാ. സ്വർഗത്തിന്റെ പരിമളം 400 വർഷത്തെ വഴി ദൂരം വരെ അടിച്ചു വീശുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ വലിപ്പവും സ്വർഗത്തിന്റെ അനുഭൂതികൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ മണ്ണ് പോലും സ്വർണ്ണമാണെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, തന്റെ സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വർഗ്ഗത്തിൽ ഒരു മരമുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ ഒരു മരമുണ്ട്. ആ സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ, പടച്ചവന്റെ സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 വർഷം സഞ്ചരിച്ചാൽ സ്വർഗത്തിൽ ഒരു മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരണ്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് ലോകത്തിന്റെ നേതാവ് പറയുന്ന, സഹാബാ,
ഈ സ്വർഗം 4 വിഭാഗം ജനങ്ങളെ വിളിക്കുന്നുണ്ട്. ഈ സ്വർഗം 4 വിഭാഗം ജനങ്ങളെ വിളിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, സ്വർഗം വിളിക്കുന്ന 1ാമത്തെ വിഭാഗമേതാ? പടച്ചവന്റെ സ്വർഗം ആടി വിളിക്കുന്ന 1ാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ وقال لهم حزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പടച്ചവന്റെ സ്വർഗം വിളിക്കുന്ന 1ാമത്തെ വിഭാഗമേത്? വസീഖല്ലദീന തഖൗ. അല്ലാഹുവിന്റെ സ്വർഗം വിളിക്കുന്ന 1ാമത്തെ വിഭാഗമേതെന്നറിയുമോ? അത് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സ്വർഗം വിളിക്കുന്ന 1ാമത്തെ മനുഷ്യൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ പേടിയുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ റബ്ബ് കാണുന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലല്ലോ. പടച്ചവൻ കാണുന്നു എന്ന് പടച്ചവനെ പേടിയുള്ള ഒരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആകൂല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുല്ലാ, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം. അല്ലാഹു പറഞ്ഞതാണ്. പടച്ചവൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, ഒരു താക്കീത് പോലെ എന്നോടും നിങ്ങളോടും പറയുന്നു, അല്ലയോ ജനങ്ങളെ, എന്നോട് മാത്രം കളിക്കരുത്, എന്നെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എടുത്തു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാളെ പത്രം എടുത്തു നോക്കുമ്പോൾ കാണുന്ന ഒരു വാർത്തയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിൽ തിരുവോണം കഴിഞ്ഞു, ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ഓണത്തിന്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു. കേരളത്തിന്റെ 14 ജില്ലകളിലെ തിരുവോണത്തിന്റെ അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബീവറേജുകളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 92 കോടി രൂപയ്ക്കാണ് കള്ള് വിറ്റത്. നാളെ രാവിലെ പത്രം എടുക്കുമ്പോൾ വാർത്ത കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, 92 കോടി രൂപയുടെ കള്ളാണ് തിരുവോണ ദിനത്തിൽ ഓടിയെങ്കിൽ ആ കോടികൾ ചെലവഴിച്ചതിൽ ഏറ്റവും 1ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് കൊല്ലം ജില്ല, എന്റെ ജില്ല തന്നെയാണ്. ഈ പാവപ്പെട്ട എന്റെ ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് 1ാം സ്ഥാനത്തെങ്കിൽ 2ാം സ്ഥാനത്ത് ചാലക്കുടിയാണ് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവോണ ദിനങ്ങളിൽ പോലും മുസ്ലിമീങ്ങൾ, നിങ്ങളുടെ നാട്ടിൽ തിരുവോണമുണ്ടോ എന്ന് എനിക്കറിയില്ല, ആഘോഷങ്ങളൊക്കെ ഞങ്ങളുടെ നാടുകളിൽ അങ്ങോട്ടൊക്കെ നോക്കുമ്പോ തിരുവോണത്തിന് വല്ലാത്ത ആഘോഷങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, ഏതൊരു കാര്യം എടുത്തു നോക്കുമ്പോഴും പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ ഞാനും നിങ്ങളും പടച്ചവന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പോലും പള്ളിക്കകത്ത് കയറാതെ അഹങ്കാരികളെ പോലെ നടന്നു പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചവനെ മറന്നു പോകുമ്പോൾ, എന്ത് മോശത്തരവും എന്ത് വൃത്തികേടും കാണിച്ചുകൊണ്ട് നീ നടക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന സ്വഹാബാ, പടച്ചവനെ പേടിക്കണേ, അല്ലാഹനെ പേടിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കള്ളു കുടിക്കുമ്പോഴും പെണ്ണ് പിടിക്കുമ്പോഴും ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമ്പോഴും പലിശ തിന്നുമ്പോഴും നമസ്കരിക്കാതിരിക്കുമ്പോഴും അഹങ്കാരികളെ പോലെ ദുനിയാവിന്റെ തുലിക്കമുകളിലൂടെ നിനക്കിഷ്ടമുള്ള രീതിയിൽ നീ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹനെ മറക്കല്ലേ ചെറുപ്പക്കാരാ, അല്ലാഹനെ മറക്കല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണല്ലോ, ഞാൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ, പക്ഷേ പടച്ചവൻ എനിക്കൊന്നും തരുന്നില്ലല്ലോ, എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നല്ലോ, എനിക്ക് രോഗങ്ങൾ തരുന്നല്ലോ, എനിക്ക് ദുഃഖങ്ങൾ മാത്രം തരുന്നല്ലോ. പക്ഷേ പള്ളിക്കകത്ത് കയറാതെ പലിശ തിന്നുകൊണ്ട് പെണ്ണ് പിടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവര് പടച്ചവനെല്ലാം വാരിക്കോരി കൊടുക്കുന്നല്ലോ എന്ന് പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന പടച്ചവനവനെ പന പോലെ
വളർത്തുകയാ. പടച്ചവനവനെ പന പോലെ വളർത്തുകയാ. അവന് തൊടുന്നതിൽ മുഴുവനും അല്ലാഹു അനുഗ്രഹം ചെയ്യുകയാ. അവന് വളർന്ന് വളർന്ന് മുകളിലെത്തുമ്പോൾ പടച്ചവൻ ഒരു ദിവസം അവനെ വലിച്ച തറയിലിടുമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാനെ മറന്നു പോകല്ലേ, അള്ളാനെ മറന്നു പോകല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബാ, ആർക്കെങ്കിലും സ്വർഗം വേണോ? ആർക്കെങ്കിലും സ്വർഗം വേണോ? ആർക്കെങ്കിലും സ്വർഗം വേണമെങ്കിൽ ഞാൻ തരാ സഹാബ. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളുടെ ജാമ്യം നിൽക്കണം. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ മഹാനായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാ ജാമ്യം നിൽക്കേണ്ടത്? എന്തുകൊണ്ടാ ജാമ്യം നിൽക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, നിങ്ങളുടെ ഗുഹ്യഭാഗം കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്ന, നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാ സഹാബ.